എന്നിട്ടിപ്പോ നിങ്ങൾ എവിടെയുണ്ട്? ഞങ്ങള് വീട്ടിലുണ്ട് അച്ഛാ. ഓ അതെ, വേറൊന്നും അല്ല മോളെ. അവിടത്തെ ജോലിയൊക്കെ അവസാനിച്ചെങ്കിൽ ഹിമയോട് ഇങ്ങോട്ട് വരാൻ പറയണം. മോള് പറഞ്ഞത് കേട്ടില്ലേ? അവൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാ അവളുടെ അമ്മയ്ക്ക് വല്ലാത്ത വേവലാതിയാ. ഇപ്പതേ എന്റെ പിന്നാലെ നടക്കുക, വിളിക്കെന്നും പറഞ്ഞുകൊണ്ട്. അച്ഛാ, ഹിമ ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? അതറിഞ്ഞൂടാ. ഇവിടുന്ന് ഒരുപാട് മുന്നേ ഇറങ്ങിയതാ. ഞാൻ പിന്നെ ഫംഗ്ഷന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. മോളെ, അവള് വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മോള് നിങ്ങളുടെ കൂട്ടുകാരെ ആരെയെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമോ? അച്ഛനും നോക്കാം. അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അവൾ എത്തിക്കോളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. ശരി മോളെ. അവിടുന്ന് നേരത്തെ പോന്നു പറയുന്നത്. എന്റെ ഭഗവാനെ, ഈ കൊച്ചു എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. സത്യം പറഞ്ഞ ഇന്നലത്തെ തിരക്കിനിടയിൽ അവളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആ ഡ്രസ്സിൽ കറയായി എന്ന് പറഞ്ഞൊരു സമയത്തെ അപ്പോഴാ ഞാൻ അവസാനമായിട്ട് അവളെ കണ്ടത്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ആ കൊച്ചിനെ ഒരിടത്തും കണ്ടില്ല. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ പെൺകുട്ടികളെല്ലാം ഒരേ രൂപത്തിലാണല്ലോ നടക്കുന്നത്. ആരാന്ന് കരുതി ശ്രദ്ധിക്കാനാ? എടി, അവള് നിന്റെ കൂട്ടുകാരികളുടെ കൂട്ടത്തിൽ കറങ്ങാൻ പോകുന്ന കൂട്ടത്തിലാണോ?